സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് പുതിയ ചെയർമാൻ വന്നിരിക്കുന്നു. ഇന്നലെ ചേർന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗത്തിലാണ് അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യമായി ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തതിന് ന്യൂസ് മലയാളത്തിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. എന്താണ് അങ്ങ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു, ആദ്യം നൽകുന്ന പരിഗണന എന്തിനായിരിക്കും? നമ്മൾ എപ്പോഴും പരിഗണന, ഞാൻ മാത്രമല്ല, ഏത് ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും മുന്തിയ പരിഗണന നൽകേണ്ടത് ഹാജിമാരുടെ യാത്ര, അവരുടെ ആ തീർത്ഥാടനം, അവർക്ക് അവൈലബിൾ ആകുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെട്ടതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് പരമാവധി മുൻഗണന നൽകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും മുൻഗണനാക്രമം. പൊതുവെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള യാത്ര, ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന യാത്ര, ഭാഷ കൊണ്ടും സ്വഭാവം കൊണ്ടും മറ്റൊരു രാജ്യം, ഇതൊക്കെ ആവുമ്പം എന്തായാലും അല്ലറ ചില്ലറ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്നാലും ഹജ്ജ് കമ്മിറ്റി ആസ് എ ഹോൾ ഞങ്ങൾ ശ്രമിക്കുന്നത് എന്തെല്ലാം പ്രശ്നം നമ്മുടെ പരിഹാരത്തിന് വിധേയമാകാൻ പറ്റുമോ അതൊക്കെ പരിഹരിച്ച് വേണ്ടതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹജ്ജിൻ്റെ അപേക്ഷ 20,000-ന് പുറത്താണ്. കഴിഞ്ഞ തവണ നമുക്ക് 18,000-ത്തിലധികം ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തവണ തന്നെ 15,000-ത്തിലധികം ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെയും അതുപോലെ ആദ്യഘട്ട വെയിറ്റിംഗ് ലിസ്റ്റിലൂടെയൊക്കെ കിട്ടിയിട്ടുമുണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ഒഴിവുകളും മറ്റും പരിഗണിക്കുമ്പോൾ നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും കോട്ട വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നത് ഒരു ശക്തമായ ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അധികാരികളെ സമീപിച്ച് വേണ്ടത് ചെയ്യും. കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന ഹാജിമാരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്യാമ്പ് അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ കാലാവസ്ഥ മാറ്റുക എന്നത് നമ്മളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സൗദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഒന്നും അതിലിടപെടാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ. അതേസമയം ഹജ്ജിൻ്റെ പാക്കേജ് 40 ദിവസം തന്നെ വേണോ, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഒരു 20-25 ദിവസത്തിൻ്റെ വേണ്ടത് തയ്യാറാക്കാൻ പറ്റുമോ എന്നത് നേരത്തെയുള്ള ഹജ്ജ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പാസ്സായി കിട്ടാൻ വേണ്ടി ഇനിയും വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്ത് ആ നിലക്ക് എന്തായാലും ഹാജിമാർക്കുള്ള പ്രയാസം ദൂരീകരിക്കാൻ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതായാലും കേരളത്തിലെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ കഴിയുമെന്നാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ന്യൂസ് മലയാളത്തോട് സംസാരിച്ചത്.